എള്ള് അത് ഉണങ്ങുന്നത് കണ്ട് നെല്ല് ഉണങ്ങണോ? ഇതൊരു പഴഞ്ചൊല്ലാണ്. ചില ആളുകളുണ്ട് മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് മോഹിച്ച് അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ. ഈശ്വരൻ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. ഒരാൾക്ക് ഡോക്ടറാകാനായിരിക്കും താല്പര്യം, മറ്റൊരാൾക്ക് അധ്യാപനത്തിലാവും താല്പര്യം, മറ്റൊരാൾക്ക് വക്കീലോ എഞ്ചിനീയറോ ഒക്കെ ആകാനായിരിക്കും താല്പര്യം. ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും ചെറുപ്പകാലത്ത് അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളായിരിക്കാം ഭാവിയിൽ ആരായിത്തീരണം എന്നുള്ളത്. അനുകരണം ഒരു കലയാണെന്ന് കേട്ടിട്ടില്ലേ? ഒരു അനുകരണ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ പലരെയും അനുകരിക്കാറുണ്ട്. അതൊരു കലയായി കണ്ടാൽ മാത്രം മതി. എന്നാൽ ഈ അനുകരണ കലാകാരൻ ഒരു ഡോക്ടറുടെ ജോലി ചെയ്താലോ? പരിശീലനം കിട്ടാത്ത ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഡ്രൈവിംഗ് അറിയാത്തവർക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ? എന്നാൽ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വേഷങ്ങളെല്ലാം അഭിനയിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഡോക്ടർക്ക് മാത്രമേ രോഗികളെ പരിശോധിക്കാനും രോഗമെന്തെന്ന് നിർണ്ണയിക്കാനും കൃത്യമായ ഔഷധം നിശ്ചയിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് വക്കീലന്മാർക്കും കേസുകൾ വാദിക്കാനും അത് അവതരിപ്പിക്കാനും കക്ഷികൾക്ക് അനുകൂലമായും ഒക്കെ വിജയം നേടിക്കൊടുക്കാനൊക്കെ സാധിക്കുന്നവർക്കേ ഉള്ളൂ. അതുപോലെയാണ് ഡ്രൈവിംഗ് അറിയാവുന്നവരും. വിദഗ്ധമായ വാഹനം ഓടിക്കണം, അതിന് പരിശീലനം കിട്ടണം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ഏതെല്ലാം തൊഴിലുകളാണ് ഏർപ്പെട്ട് വരുന്നത്. പണ്ടൊക്കെ തൊഴിലിൽ അധിഷ്ഠിതമായിരുന്നു നമ്മുടെ ജാതി വേർതിരിവുകളൊക്കെ. ഇന്നത് കുറഞ്ഞു വരികയും ജാതിമത ഭേദം കൂടാതെ പലരും പല ജോലികളിൽ നിന്ന് വ്യാപൃതരാകുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന ജോലി വൈദഗ്ധ്യമില്ലാത്തവർ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ട്രെയിൻ ഓടിക്കാൻ അറിയാത്തവൻ ലോക്കോ പൈലറ്റ് ആയാലോ? പ്ലെയിൻ പറപ്പിക്കാൻ അറിയാത്തവൻ പൈലറ്റ് ആയാലോ? ഇതൊക്കെയാണ് ഈ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, എള്ള് നല്ലവണ്ണം ഉണങ്ങിയാൽ ധാരാളം എണ്ണ കിട്ടും. അതുകൊണ്ടാണ് എള്ള് നന്നായി ഉണക്കുന്നത് എന്ന് കരുതി എള്ള് ഉണക്കുന്നത് പോലെ നെല്ലുണക്കിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ശുഭദിനം.